ഇന്ന് കേരളത്തിൻ്റെ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നത് കേരളത്തിലെ പട്ടികജാതിക്കാരുടെ വിലാപങ്ങൾ കേട്ട് ദൈവത്തിൻ്റെ പോലും ചെവിയും കണ്ണും പൊട്ടിത്തെറിക്കുന്ന സാഹചര്യങ്ങളിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം. പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ നിരന്തരം മണിക്കൂറുകൾ ഇടവിട്ട് പട്ടികജാതിക്കാർ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ പ്രതിഷേധ യോഗങ്ങളാണ് നമ്മൾ കാണുന്നത്. നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു ജനവിഭാഗത്തെ കേരളത്തിലല്ലാതെ ലോകത്ത് മറ്റൊരിടത്തും കാണില്ല. എന്തുകൊണ്ടാണ് നീതിക്ക് വേണ്ടി ഇത്രമേൽ ശക്തമായി കേരളത്തിൻ്റെ വിപ്ലവ മണ്ണിൽ പട്ടികജാതിക്കാർക്ക് ശബ്ദമുയർത്തേണ്ടി വരുന്നത് എന്നുള്ളത് ആത്മാർത്ഥമായും പട്ടികജാതിക്കാർ തന്നെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ആദ്യമേ നിങ്ങളോട്, ഈ ചെന്നിത്തലയുടെ മണ്ണിൽ മഹാത്മാ അയ്യങ്കാളി വിതച്ച ഒരു വിപ്ലവ വീര്യമുള്ള മണ്ണാണ് എന്നാണ് എൻ്റെ പഠനത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിലെ പട്ടികജാതിക്കാരെ സംഘടിപ്പിക്കുന്നതിൽ തിരുവനന്തപുരം വെങ്ങാനൂരിൽ നിന്നും മഹാത്മാ അയ്യങ്കാളി യാത്ര ചെയ്തിട്ടുള്ളത് ചില്ലറ സ്ഥലങ്ങളിലല്ല. ആ യാത്ര പലപ്പോഴായി ചെന്നിത്തലയുടെ മണ്ണിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നുള്ള ചരിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണുകൂടിയായ ചെന്നിത്തലയിൽ നിന്ന് എൻ്റെ സഹോദരിയുടെ പേരിൽ നീതിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ആരോടാ? ദേ കണ്ടില്ലേ, 10 പട്ടികജാതിക്കാരൊന്ന് കൂടിയപ്പോൾ ഇടിവണ്ടിയായി, പോലീസായി എന്ന് വേണ്ട സർവ്വസന്നാഹങ്ങളുമായി വന്ന് നിൽക്കുക. എന്താ ഇതിനിടയ്ക്ക് റെക്കോർഡ് നടപ്പുന്നുണ്ടല്ലേ? പോലീസ് അങ്ങനെ വന്ന് നിൽക്കുക. പേടിയാണ്. ആരെയാണ് പേടി? മഹാത്മാ അയ്യങ്കാളിയുടെ കൊച്ചുമക്കളെയാണോ നിങ്ങൾക്ക് പേടി? അതോ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഈ സാമുദായികങ്ങളോട് ചെയ്തു കൂട്ടുന്ന നെറുകേട് ചോദിച്ചാൽ ഞങ്ങൾ അക്രമാസക്തരാകുമെന്നുള്ള ഭയമാണോ നിങ്ങൾ ഈ പോലീസിനെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? ബഹുമാനപ്പെട്ട പോലീസിനോട് പ്രതിഷേധ യോഗത്തിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒന്ന് ശബ്ദമുയർത്തിയത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു പോകുവാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഞാനതാണ് സൂചിപ്പിച്ചത്. മഹാത്മാ അയ്യങ്കാളി വെങ്ങാനൂരിൽ നിന്നും ചെങ്ങന്നൂർ വന്ന് 50 പേരെ സംഘടിപ്പിച്ച് നിർത്തിയിട്ട് തിരിച്ച് വെങ്ങാനൂർ ചെന്ന് ആദ്യം സംഘടിപ്പിച്ച് നിർത്തിയ 50 പേരോട് അവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ 15 പേരേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. അവിടുന്ന് ആ 15 പേരോട് പറയും, ഇനി ബാക്കിയുള്ളവരാരും ഒന്നും പോകരുത്, നമ്മൾ സംഘാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ജനതയുടെ വിമോചനം നമുക്ക് കണ്ടെത്തണം എന്നാണെന്ന് ആലോചിച്ച് നോക്കണം. 1957 EMS ഗവൺമെന്റ് ബാലറ്റിലൂടെ അധികാരത്തിനൊക്കെ വരുന്നതിന് മുമ്പ് 36 കാലഘട്ടങ്ങളിലാണ് ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ മഹാത്മാ അയ്യങ്കാളി അവിടുന്ന് ചെന്നിത്തലയിലേക്ക് യാത്ര ചെയ്ത് നിങ്ങൾ ആലോചിക്കണം. ഇന്ന് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ലോകം കാണുന്നിടത്ത് കാളവണ്ടിയിലും നടന്നും സൈക്കിളിലുമൊക്കെയായി ഈ ജനതയുടെ വിമോചന സ്വപ്നം കണ്ട് നടന്ന് ചെന്നിത്തലയിൽ വന്ന് 100 പേരെ സംഘടിപ്പിച്ചു വെക്കും മഹാത്മാ അയ്യങ്കാളി. അതിനുശേഷം അദ്ദേഹം കോട്ടയത്തേക്ക് പോകും, കുറവലങ്ങാട്. അവിടെ ചെന്നിട്ട് തിരിച്ച് ഈ ചെന്നിത്തല വരുമ്പോൾ 100 പേരിൽ 80 പേരില്ല. മനസ്സുനൊന്ത് മഹാത്മാ അയ്യങ്കാളി ഒരു പ്രാക്കുരാഗി. ഈ ജനത എന്ന് തിരിച്ചറിയുന്നു, അന്ന് ഈ ജനതയ്ക്ക് വിമോചനം കിട്ടും. അടങ്ങിയിരുന്നില്ല മനുഷ്യൻ. പിന്നീട് നടന്നത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമര പരമ്പരകളാണ്. ആ സമര പരമ്പരകളെല്ലാം കേരളത്തിലെ പട്ടികജാതിക്കാർ ഉൾക്കൊള്ളാത്തതിൻ്റെ നൊമ്പരവും വിഷമവും അതിൻ്റെ അനുഭവവും വരാൻ പോകുന്നതുമെല്ലാം കൂടെ കൂട്ടിയുള്ളതാ ചെന്നിത്തലയിൽ ഇരുന്നുകൊണ്ട് ഈ പട്ടികജാതിക്കാരുടെ വിലാപം എന്നാണ് ഞാൻ പറയുന്നത്. മഹാത്മാ അയ്യങ്കാളിയെ പഠിക്കുവാൻ, മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ടങ്ങൾ പഠിക്കുവാൻ, അദ്ദേഹം എന്തിനു വേണ്ടിയാണ് യാത്ര ചെയ്തതെന്ന് പഠിക്കുവാൻ നിങ്ങളാരും ശ്രമിച്ചില്ല. നിങ്ങൾ മഹാത്മാ അയ്യങ്കാളി ഉഴുതുമറിഞ്ഞിട്ട മണ്ണിൽ വിപ്ലവം നട്ടു നനയ്ക്കാൻ വന്ന
ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും കോൺഗ്രസ് പ്രസ്ഥാനങ്ങളെയും നിങ്ങൾ മഹാത്മാ അയ്യങ്കാളിയെ മറന്ന്, നിങ്ങൾക്ക് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ കഷ്ടപ്പെട്ട മഹാത്മാ അയ്യങ്കാളിയെ മറന്ന് നിങ്ങൾ മറ്റിടങ്ങളിലേക്ക് നിങ്ങളുടെ താൽക്കാലികമായ സുഖങ്ങൾക്ക് നിങ്ങൾ ഓടിയെത്തിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ടാണ് കേരളത്തിന്റെ മണ്ണിൽ, ഈ പ്രപഞ്ചത്തിൽ ദലിതരുടെ നിലയ്ക്കാത്ത മുറവിളികൾ നിരന്തരം ഇങ്ങനെ മുഴങ്ങുന്നത്. കോട്ടയം ജില്ലയിൽ ജിഷ എന്ന് പറയുന്ന ഒരു സഹോദരി കൊല ചെയ്യപ്പെട്ടു. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ, എറണാകുളം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നികൃഷ്ടമായ കൊലപാതകം. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ ആ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ്. എങ്ങനെയാണ്? ഒരാളിനെ കൊല്ലുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രധാന ശരീരഭാഗങ്ങളിലൂടെ കമ്പിപ്പാര കുത്തിയിറക്കി അത്ര മൃഗീയമായി കൊല ചെയ്യണമെങ്കിൽ ഒരു പെൺകുട്ടി അത്ര ക്രൂരതയാണോ? ഒന്നാലോചിച്ച്. അങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മൾ സാധാരണ എൻ്റെ ഒരു സഹോദരനെയോ സഹോദരി ആരെങ്കിലും കൊന്നാൽ ഒരുപക്ഷെ തിരിച്ച് പ്രതികരിക്കുന്നത് ക്രൂരമായായി പോകാം. പക്ഷേ നിരപരാധിയായ ഒരു പെൺകുട്ടി, LLBക്ക് പഠിക്കുന്നൊരു പെൺകുട്ടി, അല്ലേ സാറേ? LLBക്ക് പഠിക്കുന്നൊരു പെൺകുട്ടി, കേരളത്തിൻ്റെ രാഷ്ട്രീയ കേരളം ഞാൻ കണ്ടതാണ്, എൻ്റെ അറിവ് വെച്ച് കണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അവിടേക്കാണ്. എന്തുകൊണ്ടാണ് ആ ജിഷയുടെ കൊലപാതകം കൂടുതൽ ശക്തി ആർജിക്കാതെ ഒരു വടക്കേ ഇന്ത്യൻ ചെറുപ്പക്കാരനെ പ്രതി ചേർത്ത് ആ കേസ് എത്രയും വേഗം ഒതുക്കി തീർത്ത കേരള പോലീസിനെ അന്ന് ഒരുപാട് പേര് ബിഗ് സല്യൂട്ട് പറഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് നമുക്കറിയാം, വിനായകനടക്കം കേരളത്തിൽ ഈ അടുത്ത സമയത്ത് കൊല്ലം ചവറയിൽ ഞാനും കൂടി പങ്കെടുത്തൊരു യോഗമുണ്ട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അവിടെ സന്തോഷ് സാർ സൂചിപ്പിച്ചു. അടുത്ത ദിവസത്തിലെ യോഗത്തിൽ സന്തോഷ് സാറും ഞാനും ഒക്കെ കളക്ടറേറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് കൊല്ലത്തുണ്ട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബം അവരുടെ ജീവിത മാർഗങ്ങളുമായി, പഠന ആവശ്യങ്ങളുമായി കൊല്ലത്ത് ചവറയിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുക. ഈ പെൺകുട്ടികൾ കൊച്ചു പെൺകുട്ടികളാണ്, 9ലും 10ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവർ സ്കൂളിലേക്ക് പോകുമ്പം അവിടുത്തെ ചില നരമ്പ് രോഗികളായ സവർണ വിഭാഗത്തിൽപ്പെട്ട കുറെ കൊച്ചു കുഞ്ഞുങ്ങൾ അവർ നിരന്തരം ഈ പെൺകുട്ടികളെ വഴിയിൽ ശല്യം ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ കാണുന്നതാണല്ലോ. എത്രയോ ചെറുപ്പക്കാർ പെൺപിള്ളേർ സ്കൂളിലേക്ക് പോകുമ്പം അകമ്പടി പോകുന്ന ഒരുപാട് ആമ്പിള്ളേരുണ്ട്. അങ്ങനെ അവർക്ക് സൗകര്യമുള്ളത് കൊണ്ട് അകമ്പടിക്കാരെയൊക്കെ കൂടെ കൊണ്ടുപോകണം. അങ്ങനെ അകമ്പടിക്കാരും വേണ്ട എന്ന് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ 4 പെൺകുട്ടികൾ ചേർന്ന് പറയുന്നു, ഞങ്ങളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ പുറകെ പോകാവൂ? അങ്ങനെ പോകുകയും ആ പെൺകുട്ടികളെ നിരന്തരമായി വഴിയിൽ കടന്നു പിടിക്കുകയും കമ്മലിന് പിടിച്ചു വലിക്കുകയും ചുരിദാറിന്റെ ഷാളിൽ പിടിച്ചു വലിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഒരു കെടുതി പ്രതികരിക്കാൻ പറ്റുന്നില്ല. ചവറയിലാണ്, അറിയാലോ, പട്ടികജാതിക്കാരുടെ വലിയ കൂട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു മേഖല. ആരോട് പറയും? ആദിവാസികൾ. ഒടുവിൽ കഴിഞ്ഞ തിരുവോണ നാളിൽ ഈ പറയുന്ന സവർണ കുഞ്ഞുങ്ങൾ ഇവർ തിരിച്ചൊന്ന് പ്രതികരിച്ചതിൻ്റെ പേരിൽ ആ വീട് കയറി ആക്രമിക്കുകയാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ അത്തരം സംഭവവികാസങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ എത്തണമെന്ന് തന്നെയാണ്. ആ വീട് ആക്രമിക്കുന്നു. ആ വീട് ആക്രമിച്ച് അതിൻ്റെ അമ്മയും അമ്മുമ്മയും അച്ഛനും അടക്കം, ഈ പെൺകുട്ടികളടക്കം ക്രൂരമായി ആക്രമിക്കപ്പെടുകയാണ്. നേരെ ചവറ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ആ ചവറ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവരെ അവിടുന്ന് അട്ടി ഓടിച്ച് ഗവൺമെന്റ് ആശുപത്രിയിൽ പൊക്കോ എന്ന് പറയുകയും പിന്നീട് ആ നിലയിൽ സാർ ഇവിടെ സൂചിപ്പിച്ചു, അൾട്രോസിറ്റി കേസെടുക്കാൻ വൈമനസ്യം കാണിക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് അവിടെ ഒരു ദലിത് കൂട്ടായ്മ ഉണ്ടാകുന്നതും ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരന്തരമായ പ്രക്ഷോഭങ്ങളുടെ ഫലമായി 14ഓളം വരുന്ന പ്രതികളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുവാനും ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾക്ക് സപ്പോർട്ട് ചെയ്ത സർക്കിളിന് സ്ഥലം മാറ്റുവാനും സാധിച്ചത് അവരുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ അയ്യങ്കാളിയുടെ പേരുള്ള കൂട്ടായ്മയാണ്. ഞാൻ സൂചിപ്പിക്കുന്നതാണ്, മഹാത്മാ അയ്യങ്കാളി വിളിച്ച കൂട്ടായ്മ ചെതറിച്ച് കളഞ്ഞ നമ്മുടെ ജനവിഭാഗം പിന്നീട് ഇന്ന് ഒറ്റയും ഇരട്ടയുമായി തിരിഞ്ഞു നിന്ന് പ്രതിഷേധിക്കുന്ന കേരളം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം സംഭവങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെയായി കേരളത്തിലേക്ക് തുടർന്നുകൊണ്ടിരിക്കും. അതിൻ്റെ മുന്നോടിയാണ്
കേരളത്തിൽ ഇന്ന് വരെ സംഭവിക്കാത്ത, ഗുജറാത്തിൽ മാത്രം കണ്ടൊരു തരം മനോരോഗമാണ് ഗർഭിണികളെ ആക്രമിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഗുജറാത്തിലാണ് ഇത് നമ്മൾ കണ്ടത്. ഗർഭിണിയായ സ്ത്രീയെ വയറ് കുത്തിപ്പുളർന്ന് തൃശൂലം കൊണ്ട് ഭ്രൂണത്തെ കുത്തിയെടുത്ത് മുദ്രാവാക്യം വിളിച്ചു പോകുന്ന ഗുജറാത്തിനെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് 25ഓളം വരുന്ന RSS പ്രവർത്തകർ ഒരു ദലിത് പെൺകുട്ടി, ഗർഭിണിയായ ഒരു പെൺകുട്ടിയുടെ വീട് ആക്രമിക്കുകയും വയറിന് തൊഴിച്ച് കൊല നടത്തുവാൻ ശ്രമിക്കുകയും ചെയ്ത ഭീകരമായ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും അതറിഞ്ഞോ? സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വാർത്തയാ. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് പട്ടികജാതിക്കാരന്റെ പ്രശ്നങ്ങളോ അവന്റെ ആവലാതികളോ അവന്റെ പ്രശ്നങ്ങളോ ഒന്നും വാർത്തയാക്കേണ്ടതില്ല. അവർക്ക് നിരന്തരം പണം കിട്ടുന്ന വാർത്തകളുണ്ട്. ദലിതന്റെ പ്രശ്നങ്ങൾ, അവന് കാണേണ്ട പരിഹാരങ്ങൾ മാധ്യമങ്ങൾ, നിങ്ങൾക്കറിയാം, ഇവിടെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഏറെക്കുറെ പട്ടികജാതി വിഷയങ്ങൾ കേരളത്തിനകത്ത് പൊതു ചർച്ചയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് മാധ്യമങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. മാധ്യമങ്ങളുടെ ജോലി എന്താ? ഇവിടെ സവർണപക്ഷ നിലപാടുള്ള പോലീസിനെയും സർക്കാരിനെയും സവർണപക്ഷത്തെയും എല്ലാ കാലവും പരിപോഷിക്കുന്നത് മുഖാന്തരം നിലനിന്നു പോകുന്ന ഒരു വിഭാഗമായി മാധ്യമങ്ങൾ മാറി കേരളത്തിനകത്ത്. കേരളത്തിലെ പട്ടികജാതിക്കാരന്റെ പ്രശ്നങ്ങൾ അവന് ചർച്ച ചെയ്യപ്പെടേണ്ട. അപ്പൊ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളടക്കം ഈ സമുദായത്തെ നിരാകരിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ അലമുറയിട്ടുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആ ഇക്വാളിറ്റി, അല്ലെ സമത്വം, അത് നമുക്ക് കൂടി കിട്ടണം, ഞങ്ങൾ ആക്രമിക്കപ്പെടാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നു. ആരോടാ പറയുന്നേ? ഈ നിൽക്കുന്ന നേമാന്മാരോടാ. എന്താ പറയുന്നേ? നീതി വേണം. എന്താ ഈ മാന്നാർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ നീതി കൊടുക്കുന്നവരല്ലേ? ഇന്ന് ഈ കലയുടെ സംഭവം കഴിഞ്ഞതിന് ശേഷം 15 വർഷത്തിന് ശേഷം ഇന്ന് ചെന്നിത്തലയിൽ ഇത്തരം ഒരു പ്രതിഷേധം നടത്തുമ്പോൾ ഈ പോലീസ് ആലോചിക്കണ്ടേ, ഈ കേരളത്തിലെ പട്ടികജാതിക്കാർ അത്ര മണ്ടന്മാരല്ല, ഇത് ഞങ്ങൾ തോണ്ടിക്കൊണ്ട് വരുമെന്നവരാലോചിക്കണം. ഞങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊന്നും അറിയാൻ വയ്യാത്തവരല്ല, നിയമപരമായ കാര്യങ്ങളുമൊക്കെ. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ സൂചിപ്പിച്ചു, എനിക്ക് മുമ്പേ സംസാരിച്ച സഹോദരങ്ങൾ സൂചിപ്പിച്ചു, ഇവിടെ രാഷ്ട്രീയമായ ഇടപെടലാണ്. പോലീസിനെ കൊണ്ടുപോലും സത്യസന്ധമായി ജോലി ചെയ്യിപ്പിക്കാൻ സാധിക്കാതിരിക്കുന്നത് എന്ന വസ്തുത. ആരാണ്? ഏത് രാഷ്ട്രീയമാണ്? ഇവിടെ സംസാരിച്ചതുപോലെ പുന്നപ്രയും വയലാറും നെന്മണ്ടൂരും നിരണത്തുമൊക്കെ നൂറുകണക്കിന് പട്ടികജാതിക്കാര് രക്തം വിയർപ്പാക്കി വലുതാക്കി കേരളത്തിൽ വിപ്ലവം സൃഷ്ടിച്ച് രക്തപ്പുഴയൊഴുക്കി 1957 ഒരു ബ്രാഹ്മണനെ മുഖ്യമന്ത്രിയാക്കി അങ്ങ് വാഴിച്ചു. ബ്രാഹ്മണൻ മുഖ്യമന്ത്രിയായി. അതിനുശേഷം ഇങ്ങോട്ട് ഈ രക്തപ്പുഴ ഒഴുക്കിയവർ അന്നും ഒഴുക്കുന്നു, ഇന്നും ഒഴുക്കുന്നു, നാളെയും ഒഴുക്കുന്നു, പരിഹാരമില്ല. ആ പാർട്ടിയുടെ വക്താക്കളെന്ന് പറയുന്നവരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സഹോദരി കലയുടെ മരണശേഷം ഇന്ന് 15 വർഷം കഴിഞ്ഞിട്ടും ഒരു പരിഹാരം കാണുവാൻ സാധിക്കാതെ, അതിന് സഹായിക്കാതെ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് നിലപാടുകൾ എടുക്കുന്നത്. ഇവിടെ പലരും ഞാനിവിടെ വന്നപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി എന്നോട് പറഞ്ഞു. മഹാസഭയുടെ സെക്രട്ടറി ആദ്യമേ സൂചിപ്പിച്ചു, ഒരു പ്രതിഷേധത്തിന്റെ ധ്വനിയല്ല നമ്മൾ ഉയർത്തുന്നത്, നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം മാത്രമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജനതയുടെ പ്രശ്നങ്ങൾക്ക് പ്രതിഷേധിക്കുക തന്നെ വേണം. ഞാൻ മഹാത്മാ അയ്യങ്കാളിയുടെ കൊച്ചുമകനാണ്, ഡോക്ടർ BR അംബേദ്കറുടെ മകനാണ്, കൊച്ചുമകനാണ്. അതുകൊണ്ട് ഈ കാലം അത്രയും എൻ്റെ ജനത അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്ക്, എൻ്റെ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് എൻ്റെ നിലപാടാണ്. ആ നിലപാടാണ് പറയുന്നത്. മാന്നാർ പോലീസുകാർക്ക് അല്പമെങ്കിലും ഈ നിയമപരമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ കേസ് തെളിയിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതിന് പറ്റുന്ന നിയമ നടപടികൾ സ്വീകരിക്കുക. നിങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ ആ ഇടപെടലുകളെ തുറന്നു പറയുവാനും കൂടി നിങ്ങൾ സന്നദ്ധരാകണം. ഇവിടെ നമ്മൾ ആരെ വളർത്തി വലുതാക്കിയോ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. സന്തോഷ് പാലത്തുംപാടൻ വളരെ വിശദമായി ഇന്ത്യയിലെ വോട്ടിംഗ് സംവിധാനങ്ങളെ കുറിച്ച് പോലും വളരെ വ്യക്തമായി വിശദമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അത് തിരിച്ചറിയണം. പ്രതിഷേധിക്കുന്നത് വെറുതെ ചെറിയ ആൾക്കൂട്ടത്തിനകത്ത് നിന്നുകൊണ്ടല്ല.
കലയെന്ന് പറയുന്ന പെൺകുട്ടി മരണപ്പെട്ട് 15 വർഷത്തിന് ശേഷം 15 ആൾക്കാർ കൂടിയിരുന്ന് പ്രതിഷേധിക്കുന്നതല്ല നമുക്ക് ആവശ്യം. ഈ നാട്ടിലെ മുഴുവൻ പട്ടികജാതിക്കാരും കലയെന്ന് പറയുന്നത് എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞ് മുന്നിലേക്ക് വരുമ്പോഴാണ് പ്രതിഷേധത്തിന്റെ ആഴം കൂടുന്നത്, അതിന്റെ ശക്തി കൂടുന്നത്. അതിന് മറയിട്ടത് അങ്ങനെ വരാതിരിക്കുവാൻ അഭിപ്രായമുണ്ടാക്കി പൊതുജനത്തിന്റെ ഇടയിലേക്ക് പറഞ്ഞു വിട്ടൊരു ഡയലോഗാണ് എന്നെ സങ്കടപ്പെടുത്തുന്നത്. നമ്മളിൽപ്പെട്ട ഒരു സഹോദരി മരണപ്പെടുമ്പോൾ ആ സഹോദരി അനാവശ്യം നടന്നവളാണെന്ന് പറഞ്ഞു പരത്തുകയാണ്. ആർക്കാണ് കല അനാവശ്യം നടന്നതാണെന്ന് പറഞ്ഞു വരുത്താൻ ഇത്ര വ്യഗ്രത? എന്നേക്കാൾ കൂടുതൽ ചെന്നിത്തലയിലുള്ള ആൾക്കാർക്കറിയത് ആരൊക്കെയാണ് പറഞ്ഞതെന്ന്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ അനാവശ്യം നടത്തിയ ഒരാളാണെങ്കിലും കൊന്നു തള്ളാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇവിടെ തെറ്റ് പറ്റാത്തത് ആരാണ് ഈ രാജ്യത്ത്? അതുകൊണ്ട് അങ്ങനെ ആക്ഷേപിച്ചൊരു ഒരു കൊലപാതകത്തെ ഇത്രയും നാളും പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വരാത്ത തരത്തിൽ എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് ഒതുക്കി തീർക്കുക എന്ന് പറയുന്നത് പട്ടികജാതിക്കാരായതുകൊണ്ട് മാത്രമാണ്. ഇവിടെ ഈഴവനോ നമ്പൂതിരിയോ നായരോ ആരെങ്കിലുമാണ് ഈ കേസിന്റെ പിന്നിൽ ആ പ്രതികളായിട്ട് വാദികളായിട്ടുണ്ടെങ്കിൽ ഈ കേസൊക്കെ എപ്പോഴേ തെളിയും. കാരണം നമ്മുടെ വോട്ടിന്റെ വിലയില്ല, നമ്മുടെ അവകാശങ്ങൾക്ക് പ്രാധാന്യമില്ല എന്ന് പറയുന്നിടത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ചെന്നിത്തലയുടെ മണ്ണ് ചരിത്രമുറങ്ങുന്നൊരു മണ്ണാണ്. പട്ടികജാതിക്കാരുടെ ഏറ്റവും വലിയ ഒരു മേഖലയായി നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് ഇത്തരം പ്രതിഷേധ സമരങ്ങൾ ഇനി കേരളത്തിൽ നടക്കുന്നതോടൊപ്പം നമ്മൾ പ്രതിഷേധങ്ങളല്ല, നമുക്ക് നിയമപരമായ, ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ നിയമപരമായ സംരക്ഷണം കിട്ടുന്നതിന് ഏതറ്റം വരെ പോകുന്നതിനും എന്ത് നിലപാട് സ്വീകരിക്കുന്നതിനും ചെറിയൊരാൾക്കൂട്ടം നമുക്ക് പോരാ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രദേശത്തെ കലയെന്ന് പറയുന്നത് നമുക്ക് സഹോദരിയാണ്, നമുക്ക് അമ്മയാണ്, നമുക്ക് മറ്റു പലതുമാണ് ഈ കല. അതുകൊണ്ട് കലയുടെ ഒരു മരണം കൊണ്ട് മറ്റാർക്കെങ്കിലും നേട്ടമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെയാണ്. കാരണം പ്രതി തെളിയിക്കപ്പെട്ടു പോയാൽ ഇതുവരെയും പുകമറയിൽ നിന്നുകൊണ്ട് ഈ കേസിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവരുടെ യഥാർത്ഥ മുഖം മൂടി ഈ കേസ് തെളിയുന്നതോടുകൂടി ഈ ചെന്നിത്തലയിൽ സ്പഷ്ടമായി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് എനിക്ക് ശേഷം കൂടുതൽ ആൾക്കാർ സംസാരിക്കേണ്ടത്, പ്രതിഷേധ യോഗങ്ങളിലൊക്കെ സംസാരിക്കുന്ന ഭാഷ കുറച്ചുകൂടി കടുത്തതായിരിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഈ നമ്മുടെ ആൾക്കാരുടെ ഒരു വരവും അതുപോലെ തന്നെ ഇവിടെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ മാന്നാർ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പല രീതിയിൽ സഹായിച്ചിട്ടുള്ളവരുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ നേരത്തെ ഇരുന്ന SP അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് സഹായിച്ചിട്ടുള്ളവരാണ്. പക്ഷെ ഈ സഹായമൊക്കെ രാഷ്ട്രീയ പിടിപാടിന്റെ പേരിൽ നിർത്തി പായും തലയണെ മടക്കി ഇവരൊക്കെ പോയി എന്നുള്ളതൊരു വസ്തുതയാണ്. ആര് പോയാലും ഈ കേസ് മാന്നാർ പോലീസിന്റെ FIR ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അവിടുന്ന് ഇളക്കി അതിന്റെ ശിക്ഷാ നടപടികൾ ആർക്കാണ് മേടിച്ചു കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഇന്ന് രാത്രി കിടന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കണം. നാളെകളിൽ ഈ കൂട്ടായ്മ എടുക്കുന്ന തീരുമാനത്തിനോടൊപ്പം ഒരു നേരത്തെ ആഹാരം കഴിച്ചില്ലെങ്കിലും ആ കൂട്ടായ്മയോടൊപ്പം പോയി ഈ പോരാട്ടം വിജയിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതിനെ കുറിച്ച് ദൃഢമായ പ്രതിജ്ഞ നിങ്ങൾ എടുക്കണം. അതിന് ചെറിയ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചവറയിൽ ആ ഒരു ചെറിയ ദളിത് കൂട്ടായ്മ എടുത്ത തീരുമാനം ഇന്ന് നിയമപരമായി ആ കുടുംബത്തിന് നീതി ലഭിക്കാൻ പോവുകയാണ്. പ്രതിയെ പിടിച്ചിരിക്കുന്ന പ്രതികളെ 14 ദിവസം റിമാൻഡ് പറഞ്ഞത് 1.5 മാസമായിട്ട് കിട്ടിയിട്ടില്ലെന്ന അറിവ്. അപ്പം ഉറച്ചു നിന്നതുകൊണ്ടാണ്, ദലിതർ എന്നുള്ള നിലയിൽ ഉറച്ചു നിന്നുകൊണ്ട്, അവിടെ കുറേ ആൾക്കാരുണ്ട്, അവർ ഉറച്ചു നിന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ചെന്നിത്തലയുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഒരേ മനസ്സായി ആ കലയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ, സമരത്തിൽ പങ്കാളികളാകണം. അതുപോലെ തന്നെ ഈ കേസും കാര്യങ്ങളുമായി പോകുമ്പോൾ കൃത്യമായി സാമ്പത്തികമായ പരാധീനതകൾക്കകത്ത് നിന്നുകൊണ്ടാണ് പലരും യാത്ര ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ വിശ്വസിച്ച പ്രസ്ഥാനങ്ങൾ അറിയാമല്ലോ. ഇപ്പൊ സാമുദായിക പ്രസ്ഥാനങ്ങൾ നമ്മൾ എടുത്താൽ ആ സാമുദായിക പ്രസ്ഥാനങ്ങൾ എല്ലാ മാസവും, എല്ലാ 1-ാം തീയതിയും, എല്ലാ 12-ാം തീയതി, 25-ാം തീയതിയും പിരിവുകളുമായി നമ്മുടെ മുമ്പിൽ വരും. ഇവിടെ ഞാൻ അറിഞ്ഞത് ഈ പാവങ്ങളെല്ലാം, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പാവങ്ങളെല്ലാം കൂടി ഓരോ സമുദായ സംഘടനകൾക്ക് എല്ലാ മാസവും പരിപാടികൾക്കായി 3000, 15,000, 20,000, 18,000 രൂപ എല്ലാവരും കൊടുത്തതാ. ഗുണമുണ്ടായില്ല. എന്താ പറ്റിയത്? പ്രതികളുടെ പക്ഷത്തേക്ക്
ഈ പണം പിരിച്ചുകൊണ്ട് പോയവർ പോയി എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. കാണാതെ പോകരുത്. ഈ കൂട്ടായ്മയ്ക്ക് നിങ്ങളുടെ പണപ്പിരിവിന്റെ ആവശ്യമില്ല. നിങ്ങൾ ചെലവഴിക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലാണെങ്കിൽ ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിലാണെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി വരുന്നിടം വരെയുള്ള ചെലവുകൾ നിങ്ങൾക്ക് വഹിക്കാൻ പറ്റണം. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും മുന്നിട്ടിറങ്ങിയാൽ അവർ പോകട്ടെ, അവരനുഭവിക്കട്ടെ, അവർ പട്ടിണി ഇരിക്കട്ടെ എന്നല്ല കരുതുന്നത്. മനസ്സറിഞ്ഞ് കയ്യിലുള്ളത് ഒരു പിടി അത് കൊടുത്ത് സഹായിച്ചാൽ കലയുടെ കാതകരെ, അവൻ ഇസ്രായേലിലല്ല, അവൻ ഇനി കോത്താഴത്തിരുന്നെന്ന് പറഞ്ഞാലും ഈ മണ്ണിലേക്ക് കൊണ്ടുവരും, ശിക്ഷിപ്പിക്കും. അവനെ കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിൽ കൈകാര്യം ചെയ്യും എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ സമര പ്രഖ്യാപനത്തിന്, നിങ്ങൾ നടത്തുന്ന ഈ പോരാട്ടങ്ങൾക്ക് കേരള ദളിപ്പാന്തർ പ്രസ്ഥാനത്തിന്റെ എല്ലാ അകമഴിഞ്ഞ സഹകരണവും നിങ്ങൾ എവിടെയൊക്കെ ഞങ്ങളെ ആവശ്യപ്പെടുന്നു അവിടെയൊക്കെ ഞങ്ങൾ ഓടിയെത്തുകയും ആശ്വാസമായി നിങ്ങളോടൊപ്പം എല്ലാ കാലവും ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറച്ച ഒരു അറിയിപ്പ് കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നു. തീർച്ചയായും എനിക്കറിയാം ഈ സംഭവത്തിന് ശേഷം ഈ അടുത്ത സമയത്ത് ഒരു 4-5 മാസം മുമ്പ് സജിത എന്നെ ഫോണിൽ വിളിക്കുകയും പൂർണ്ണമായി പിന്തുണ കൊടുക്കുകയും പിന്നീട് അവർ നിലനിന്നിരുന്ന ഒരു പ്രസ്ഥാനം KPMSന്റെ മറ്റൊരു വിഭാഗമാണ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം, ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. പട്ടികജാതിക്കാരന്റെ വിഷയങ്ങൾ വരുമ്പോൾ ഓടി വിളിക്കുന്ന പ്രസ്ഥാനങ്ങളെ അല്ല നമുക്ക് ആവശ്യം. അവന്റെ സങ്കടത്തിലും അവന്റെ ദുരിതത്തിലും സന്തോഷത്തിലുമൊക്കെ അവനോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനം, ആ ഒരു പ്രസ്ഥാനം അവർ ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ പ്രസ്ഥാനത്തിനോടൊപ്പം നിങ്ങൾ കരുത്തോടുകൂടി നീങ്ങണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും, എനിക്ക് ശേഷം പിന്നീട് സംസാരിക്കാൻ ആളുള്ളത് കൊണ്ട് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബ്ലാക്ക് സല്യൂട്ട്. ജയ് ഭീം.